ക്ഷേമ പെൻഷനിൽ പ്രതികാര നടപടി തുടർന്ന് കേന്ദ്രവിഹിതം തുടർച്ചയായി മുടക്കുന്നതിന് പിന്നാലെ കേരളം നൽകുന്ന തുക വിതരണം ചെയ്യാതെയാണ് കേന്ദ്രത്തിന്റെ പ്രതികാരം. ഇതിലൂടെ 6.88 ലക്ഷം പേർക്കാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ മുടക്കിയിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണുള്ളത്. ഇതിൽ വാർദ്ധക്യകാല, വിധവ, വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളിലെ 6.88 ലക്ഷം പേർക്കാണ് കേന്ദ്ര സഹായം ലഭിക്കേണ്ടത്. ഇത് കൃത്യമായി നൽകാത്തതിനാൽ 200 മുതൽ 500 രൂപ വരെ പ്രതിമാസ പെൻഷനിൽ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായി തുക നൽകുന്നത്. തുടർന്ന് റീഇംബേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കും. ഇത്തരത്തിൽ 2021 ജനുവരി മുതൽ സംസ്ഥാനം നൽകിയ കേന്ദ്രവിഹിതം കുടിശ്ശികയാണ്. ഇത് ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടു. തുടർന്ന് 2023 ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതമായ 602.14 കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇതിനുശേഷമുള്ള മാസങ്ങളിലെ തുക ലഭിച്ചിട്ടുമില്ല. ഇത്തവണയും കേന്ദ്ര സഹായം സംസ്ഥാനം മുൻകൂറായി നൽകി. എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാതെ കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻകാരെ വലയ്ക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതം PFMSന്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട്. എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഈ അക്കൗണ്ടുകളിൽ എത്തുന്നത്. ഇത്തരത്തിൽ സാങ്കേതിക തകരാറിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. കേരളം തുക കൈമാറിയ ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അത് ലഭിക്കുന്നില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക കുറച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ധനമന്ത്രിയുടെ പ്രതികരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.